ഇന്ന് കുക്കറി ഷോ ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടുപേരും കൂടിയിട്ട് 2 ഡിഫറെന്റ് സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകണം. പക്ഷെ ഒരു സാധനം വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് വെച്ചത് രണ്ടുപേരും കൂടി അപ്രത്യക്ഷമായ അവലാണ്. അപ്പൊ അവരെ വെച്ചിട്ട് ഞങ്ങൾ 2 ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകാം. അപ്പൊ ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. ആർക്ക് ഏതാണ് ഇഷ്ടപ്പെടാൻ നമുക്ക് നോക്കാം. മുത്ത് പറയുന്നത് മുത്തുവിന്റെ സൂപ്പറാണെന്നാണ്, ഡെല്ല പറയുന്നത് ഡെല്ലയുടെ സൂപ്പറാണെന്നാണ്, ഞാൻ പറയുന്നത് എന്റെ സൂപ്പറാണെന്നാണ്. നമുക്ക് കാണാം ആരുടെയാണ് സൂപ്പർ. നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ട് വാ. ഇവനാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ടേസ്റ്റർ എന്ന് പറയുന്നത്. ഇവർ ടേസ്റ്റ് ചെയ്തിട്ടാണ് രസം എന്തോന്ന് പറയില്ലേ. സത്യസന്ധമായിട്ടാണ് പ്രവചിക്കുക, അല്ലാണ്ട് ആരുണ്ടാക്കണത് പിന്നെ എന്റെ ചേച്ചിക്ക് ഇവരെ കണ്ട ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആരാണ് സൂപ്പർ ടേസ്റ്റ് തോന്നുന്നത് അത് നീ പറയണം. ഇതാണ് നമ്മുടെ ജഡ്ജ്. നമുക്ക് ജഡ്ജ് പൊക്കോയി. അപ്പൊ നമുക്ക് ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ പോയി എടുക്കണം. ഇവിടെ എല്ലാം ഫ്രിഡ്ജ് താഴെയാണ്. അപ്പൊ താഴെ പോയി എല്ലാം എടുത്ത് നമ്മൾ വന്ന് സെറ്റ് ആക്കിയിട്ട് ഗൈസ്. അപ്പൊ നമ്മള് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അടുക്കള നിറഞ്ഞ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാരണം കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഇതൊക്കെ എന്റെ ഇൻഗ്രീഡിയൻസ് ആണ്, ഇത് എന്റെയാണ്, ഇത് ഇവളുടെ ഇൻഗ്രീഡിയൻസ്, ഇത് ഇതുണ്ട്. പക്ഷെ അത് ഞാൻ എന്റെ പറഞ്ഞു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് അവിടെ അടുക്കള വെച്ചാൽ നമ്മുടെ അടുക്കള നിറഞ്ഞിരിക്കുകയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നിങ്ങൾക്ക് എന്താ അറിയോ, നിങ്ങളുടെ നാട്ടില് എല്ലാരും കാണിക്കുന്നു. എന്താണ് കമന്റ് ഇല്ലോ. ഞങ്ങളുടെ ഇവിടെ ബബിൾസ്, തൃശ്ശൂര് ബബിൾസ് നാരങ്ങ. ഇവിടെ ഇവിടെ വേറെ എന്തോ കമ്പിളി നാരങ്ങ അങ്ങനെ എന്താ പറയും അറിയില്ല. നമുക്ക് അപ്പൊ സ്റ്റാർട്ടിങ്ങിലേക്ക് കടക്കാം. ഞങ്ങളിവിടെ വലിയ ഇതിലൊക്കെ ആയിരുന്നു കാണിതരാം ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇത് വെളുതെ മുപ്പിടി ഇതുണ്ട്, കുറെ ഉണ്ട്. അത് ചീള് പ്രൊഡക്റ്റ് ആണ്, എന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് കാണാൻ ആരുടെ സൂപ്പർ എന്ന്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കാൻ പോകുന്നത്. ഇഞ്ചി ശർക്കര അടിക്കണം. ഇവിടെ 2 കടുത്ത വലിയ മത്സരങ്ങൾ നമ്മുടെ ഇതൊരു പാത്ര കഥ. ഞാൻ 1 കപ്പിന് 3 കട്ടാന്നുള്ള രീതിയിലാണ് എടുക്കണം. അയ്യോ നീവിനെ അത് വിഴുങ്ങാണോ ചെയ്യാം. എന്തൊക്കെയാ കഴിവില്ലേ അതേടി നല്ല ഉണ്ടൻ വെളുത്തുള്ളിയാണ്. അപ്പൊ കുറച്ചെടുത്താൽ മതി. എന്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പറയില്ല, കാരണം they know I am super. വെള്ളം കൂടി കഴിഞ്ഞാൽ പെട്ടു. ഇത് നമ്മള് കുറച്ച് കുഞ്ഞു പീസാക്കിയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെക്കാം. ഫസ്റ്റ് കഴിയണമെന്നൊന്നും ഇതിലില്ല കേട്ടോ. അതെ, ഫസ്റ്റ് എനിക്ക്
ഇത് ഇവിളേക്കാൾ സമയം എനിക്ക് വേണം. അത് നന്നായിട്ട് കുറുക്കി എടുക്കണം. 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചിട്ട് വേണം തിന്നാൻ. പിന്നെ നമ്മള് അവിൽ പൊടിക്കുമ്പോ ഇതിന്റെ വെള്ളം പാടില്ല. ഇനിയിപ്പൊ എന്റെ ഫസ്റ്റ് കഴിയണേന്ന് വെച്ചാ ഫസ്റ്റ് കഴിയണതുണ്ട്. കമന്റ് ചെയ്യോ പൊട്ടൂരാണോ ഫാൻസ് കൂടുതൽ? പൊട്ടൂരാണോ എന്നിട്ട് പറയണത് എനിക്കാണ് ഫാൻസ് കൂടുതലുള്ളത്? എനിക്കാണോ? പുറത്തേക്ക് കാണേണ്ട ആകെ 4 ആൾ അറിയുള്ളൂ. അത് 10 ആൾക്കാരെ അറിയാം. നിങ്ങൾ കമന്റ് ചെയ്തോ എനിക്കാണ് ഫാൻസ്, എനിക്കാണ് ഫാൻസ്, എല്ലാവരും കമന്റ് ചെയ്തോ. നമുക്കിത് ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാം, പേസ്റ്റ് ചെയ്ത് ചതക്കാൻ അറിയില്ല ഞങ്ങള് എന്റെ നല്ല സ്ട്രോങ് ഫാൻസൊക്കെ അറിയില്ല. ഇത് ചെയ്യട്ടൊന്ന് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ക്ലീനിങ് കൂട്ടി പറയുന്നത് പൊട്ടുകയാണ്. ഞാൻ ചെയ്യില്ല, നീ ചെയ്യും. ഇല്ല ഞാനല്ല, എല്ലാ പ്രാവശ്യം ഇവിടെ ഇടും പൂ. ഞാനാണ് പാത്രം മുഴുവൻ ഒന്നും കഴിക്കില്ല. ഞാൻ കഴിച്ചത് 500 ഗ്രാം നമ്മുടെ മലയാളം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത്ര ഉള്ളു. പൊടിച്ചപ്പോ തീരെ കൊണ്ടില്ലാത്ത പോലെയോ. എനിക്കണ്ടടി ഒന്നും എനിക്ക് എന്തിനാക്കാനാ ഇതൊന്നും അളക്കണ്ടടി. ഇതൊക്കെ എന്റെ പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് ഞാൻ എന്റെ അമ്മ പൈസ കൊടുത്ത് വാങ്ങിച്ചതാ. രണ്ടും സെയിമാ. നിങ്ങളിങ്ങനെ കുറച്ച് കമ്മിട്ടുണ്ടായിരുന്നോ? ഇതുണ്ടെങ്കിൽ കപ്പറ്റ് തരും. ചെറിയ തരുന്നില്ല. ഒരു കാര്യം ഒരാൾക്ക് സഹായിക്കേണ്ട ആവശ്യമില്ല. ഒരാളെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതൊന്നും അറിയില്ല. നിങ്ങൾ പറയുന്നത് എത്ര വയസ്സായി നിങ്ങക്ക്? 17. ഞാനൊക്കെ എന്റെ ജനിച്ചപ്പോ പോയതാ അല്ലേ. 11 വയസ്സ് തൊട്ട് ചേർക്കുന്നതാണ്. എനിക്കും 1 കപ്പാണ് ആവശ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു പാത്രത്തിൽ മാറ്റും. 1 കപ്പ് നമുക്ക് മാറ്റി വെക്കാം. അവൾക്ക് പാത്രം വേണം, അതുകൊണ്ട് 1 കപ്പ് എടുത്തിട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ആ ശരി, ഫ്രിഡ്ജിൽ അതൊന്നും ഇളക്കണം. അടപ്പത്ത് വെച്ചിട്ട് ഓടി അരിപ്പൊടി അടുപ്പിലറിയാം. ആ എന്റെ നെഞ്ചിരിക്കുക. പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അരിപ്പൊടി ഇട്ട് മാറ്റിക്കാം. നശിപ്പിക്കാൻ പറ്റുന്ന നമുക്ക് കടലപ്പൊടി ആക്കിയത് കിച്ചൺ നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നീ ഏത് കിച്ചൺ നോക്കിയിട്ടാണ്? തള്ളലാണ് ഗൈസ്. ഏതൊരു വേൾഡ് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. ആ പേരും ചേർത്തിട്ടുള്ള വേൾഡ് കാണാൻ നോക്കി. കായപ്പൊടിയാണ് ആവശ്യം. നമുക്ക് കായപ്പൊടി കിട്ടില്ല. കാര്യം സാധിക്കും ഇല്ല. ജഡ്ജ് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ അത് തരുമോ ഇത് തരുമോ ചോദിച്ചു പോയിട്ടിരിക്കും. ജഡ്ജ് അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല. ജഡ്ജ് അവസാനം വരാൻ പാടുള്ളൂ. ഒരു അടിഞ്ഞോളും. എല്ലാരെയും പക്ഷെ അതിനാണ് നാളെ പാല് മണിക്കൂർ 1 എടുത്തിട്ട്
ഗൈസ് 4:30 ചരക്ക് തടിക്കുമ്പോ വെള്ളം ഒഴിക്കണ പോലെ ഒന്നാം പാലം വെച്ചാൽ ഒരു ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ പ്രോസസ് തുടങ്ങാം. നമ്മുടെ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വേണ്ട സബോള ഞാൻ പറഞ്ഞു, പച്ചമുളക് ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു ഗൈസ്. അതിൽ ഉണ്ടൻ സബോളയാണ് ഗൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല കഷ്ടപ്പെടുന്നുണ്ട് നീ മാത്രം സുഖിക്കണ്ടേ ചെല്ലാറിയ ഗൈസ് ചെയ്യാ. ഇത് പിള്ളേർക്ക് ഇങ്ങനെ തള്ളവൈബായതല്ല സത്യാവസ്ഥ പറഞ്ഞാൽ തള്ളവൈബ്. ഞാനാണെങ്കിൽ എല്ലാം സഹായം ചെയ്ത് കൊടുക്കാറ്. പെറ്റില്ലാന്ന് പറയാത്ര ഞാൻ എന്തായാലും എന്നെ വിളിക്കും എടിയോ വാടി വാടി ഒരു മൈക്ക് നമുക്ക് ഫസ്റ്റ് നമുക്ക് ആവശ്യം സബോളയാണ്. ഈ സബോള ഡയറക്റ്റ് നാളെ ചെറിയ കൊടുക്കാൻ പോവാണ് കേസ്. ഇപ്പൊ തന്നെ അവളുണ്ടല്ലോ വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞത് കണ്ടാ അതിനോടല്ലേ ചെറുക്കാൻ പറ്റുന്ന ഇതിനെന്തോ പ്രശ്നമുണ്ട്. ശർക്കരയുള്ള നല്ല രസമുണ്ട് ഗൈസ്. നമ്മുടെ സബോള ഇട്ടു. നമുക്ക് നമ്മുടെ പ്രൊസീജിയേഴ്സ് നോക്കാം. സബോള കഴിഞ്ഞ് നമുക്ക് പച്ചമുളകാണ് ആവശ്യം. ഞാൻ ഇവിടെ തീൻ പച്ചമുളകാണ് എടുക്കുന്നത്. പച്ചമുളക് എല്ലാ സാധനവും ഞാനൊരു ഫുഡ് ടെക്നോളജിസ്റ്റ് ആയതുകൊണ്ട് എന്തെടുത്താലും വാഷ് ചെയ്യണം. ഞാനൊരു അരിയാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ് കൂടുതൽ കഴിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടില് എല്ലാവരും മുളക് മാറ്റി കളയുന്നുണ്ട്. അങ്ങനെ എന്തായാലും കിട്ടുന്നില്ല. പച്ചമുളക് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും. പച്ചമുളക് ആഡ് ചെയ്തു. നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആവശ്യം. എനിക്ക് വേണത്തിരി രണ്ടും രണ്ടറ്റത്താണ് കിടക്കുന്നത്. അത്ര മതി. ബാക്കി രാത്രി മഞ്ഞൾപ്പൊടിയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? അരസ്പൂൺ ഇതാണ് ആവശ്യം. അരസ്പൂൺ ഇല്ല, സ്പൂണില്ല. അത് നോക്കിയിട്ട് ജസ്റ്റ് അരസ്പൂൺ ഇത്തിരി ഇടാം. ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചത്തപ്പെട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആവശ്യം ജീരകം പൊടിയാണ്. നമുക്ക് ജീരകം പൊടി ഇല്ല, അത് ഞാൻ ക്യാൻസൽ ചെയ്യും. അരസ്പൂൺ പെരിഞ്ജീരക പൊടിയാണ് ആവശ്യം. പൊടിയല്ല, പെരിഞ്ജീരകം പൊടിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് കായം എന്താ സ്കിൻ കായം പൊടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെങ്ങനെയാണ് സ്കിൻ അറിയില്ല. സമീപിച്ച കായം പൊടിയാണ് ഇട്ടുള്ളത്. കായം പൊടി ഇല്ല. വെള്ളത്തിന് മണം വരും. അപ്പൊ ഈ വെള്ളം നമുക്ക് വെള്ളം ആഡ് ചെയ്യണം കാര്യമാണ്. അത് മതി. സൂപ്പർ. ചൂടുവെള്ളത്തിൽ ഇട്ടേക്കെന്നാണ് തോന്നുന്നു. പക്ഷെ ചൂടാക്കാനുള്ള സമയത്ത് ക്ഷമയില്ല ഗൈസ്. നെക്സ്റ്റ് വേപ്പില പൊട്ടിക്കണ്ടേ? എവിടെയോ പൊട്ടിക്കണം ഗൈസ്. ഒന്നാം പാല് ഒന്നാം പാല് രണ്ടാം പാലൊന്നും വേണ്ട. ഞാൻ ഇതിന് വേണ്ടി പറയുമ്പോ വേണ്ടി ഭയങ്കര വൃത്തിയില്ലാണ്ട് എടുക്കാം. ഒരു ഇത് വെച്ചിട്ടേ നമുക്ക് ഇനിയും ശർക്കര വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. വേപ്പില പഠിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കത് കഴുകിയിട്ട് അതിൽ ആഡ് ചെയ്യാം. വേപ്പില ഇട്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ അവൽ ആഡ് ചെയ്യാൻ പോകണം. അവൽ ഇതിൽ ആഡ് ചെയ്യാം.
എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. എനിക്കും ഞാൻ പറയുന്നത് നീ പറയണേ. കടലപ്പൊടി ഞങ്ങളുടെ കപ്പിൽ ഇത്തിരി കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണാണ്. അത് ആഡ് ചെയ്യാം. അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ ഞാൻ പറഞ്ഞത് നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പ് കഴിഞ്ഞിട്ട് വെള്ളം. നമുക്ക് ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ വെള്ളം എടുക്കണം. പതുക്കെ നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നാളികേരപ്പാട്ട് വെച്ചിട്ട് മിക്സ് ചെയ്യണം. വലിപ്പൊടി അരിപ്പൊടിയോ വലിപ്പൊടി ഫുള്ള് ഇട്ടുണ്ട്. കുറച്ച് ഇവിടെ എന്താ പറയാ തേങ്ങാപ്പാല് എത്ര എണ്ണ നോക്കിയില്ല. തേങ്ങാപ്പാല് ഈ അവില് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. എല്ലാവിലും വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം നമ്മൾ എന്തോരം പാല് വെച്ചാലും അത് മതിയാവില്ല എന്ന് ചേച്ചി പറഞ്ഞത്. എനിക്കെന്നെ സാധനം ഉണ്ടാക്കണം. എന്റെ ഏകദേശം റെഡി ഗൈസ്. ഇറക്കാനാണ് പോകുന്നത്. ഇപ്പൊ അരിവൊക്കെ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. കണക്കിനുണ്ടാവാൻ എന്റെ അമ്മയുടെ മോനെ ഇത് കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ 5 പേരുണ്ട്. 5 പേർക്കുള്ള മാവില്ലേ? അത് ഒരാൾക്ക് ഒരെണ്ണം വെച്ച് കഴിക്കേണ്ടി വരും. ഇത് എന്റെ കഴിയുമ്പോഴും പോകാൻ വേണ്ടിട്ട് ഉണ്ടാക്കാം. അതെങ്ങനെയാ ഉറപ്പില്ലല്ലോ ടേസ്റ്റ് ഉണ്ടാവുന്നത്. എനിക്കും ഉറപ്പില്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം ദൈവത്തിന്റെ പേരാണ്. നമുക്ക് ചൂടാൻ വെക്കാം. ഇവളെ പോലൊരു എൻ്റെ ഞാൻ എല്ലാവരും സെറ്റാക്കി സെറ്റാക്കി ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാണ് വിശ്വാസം പറഞ്ഞു. നമ്മുടെ പാൻ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിലുണ്ട്. ഓയിലാണെന്നാണ് എന്തെങ്കിലും പറഞ്ഞു. ചേച്ചി പറഞ്ഞു ഓയിലല്ല. നമ്മുടെ ശർക്കര നല്ല രീതിയിൽ തിളച്ചുണ്ട്. നമുക്ക് ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ ഉണ്ടാക്കിയത്. ഇത്രേ ഉള്ളൂ ഈ ഒരെണ്ണത്തിൻ്റെ പെരുപ്പാവും. അതാണ് പക്കോടാന്ന് വെച്ചാൽ. ചിലരുടെയൊക്കെ വിചാരം ആണെന്നുണ്ടാവും. ഒരു മിനിറ്റ് ഇതിന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് മറിച്ചിടുമ്പോൾ അത് കുഴഞ്ഞു കുറച്ച് ടൈം എടുക്കും ഗൈസ്. സവോള മാത്രം മതിയാണോ? സവോള മാത്രം മതിയുന്നുള്ളൂ. എന്റെ കൈക്ക് നന്നായിട്ട് കുറുകി വരണം കേട്ടോ. ഇത് അലുവ ടെക്സ്ചർ ഒക്കെ ഇല്ല. വിഷയമുള്ള കാര്യമില്ല. തോൽവി വിജയത്തിന് മുന്നോടി എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ എപ്പോഴും തോൽവിയായ കഴിഞ്ഞ പ്രശ്നമുണ്ട്. ഇത് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. മുളക് നമുക്ക് ഒഴിച്ചു. സൂപ്പർ.
വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് വേണ്ടത് താഴെ പോയിട്ട് പാലെടുത്തിട്ട് ചായ അപ്പൊ ഇതൊന്നിണ്ടോ? ഒന്ന് നീ ചായ വെച്ചാ ഞാൻ എടുത്തിട്ട് വരാം. വെക്കണല്ലേ ഇത് കട്ട് ചെയ്ത് കളയാളെ ഞാൻ കമന്റ് ചെയ്യാൻ കഴിച്ചു. ഇവൾക്ക് ഭാവം എന്റെ അനിയനോടുള്ള സ്നേഹം അല്ലാണ്ട് മടിയന്മാരാണ്. ഇടയ്ക്കൊക്കെ പണിയെടുപ്പിച്ചിരുന്ന അവർക്ക് തന്നെ ഒരു വിഷമമായിരുന്നു. ഇപ്പം അടുക്കേണ്ട അവസ്ഥ. സിങ്ക് നിറച്ച പാത്രങ്ങളാണ്. ഒരുവിധം കഴിഞ്ഞു. ലാസ്റ്റ് ചായ വെച്ചായിരുന്നെങ്കിൽ വെറുതെ പ്രശ്നം ഭക്ഷണം കൂടി അവിടെ ആഡ് ചെയ്യും. സീക്രട്ട് ഇങ്ങനെ വിട്ട് പോരട്ടെ. ഇതാവുമ്പോ നമുക്ക് പാത്രത്തിലിടാം. പക്ഷെ എണ്ണ എന്തൊന്നും തീർന്നു. അത് വരുന്നില്ല. നമ്മള് നാളികേരത്തിന്റെ ഇത് വെള്ളം ഒഴിച്ചില്ലേ വിട്ട് പോരുന്നത്. അത് അവളെന്നെ ഫസ്റ്റ്. അപ്പൊ എന്റെ ടേസ്റ്റ് ആണെങ്കിൽ മുന്നേ വളരെ ഫസ്റ്റ്. എന്താ വിളിച്ച വല്ലതും പറ്റൂടോ എന്റെ കുഞ്ഞു. അയ്യോ മല പോലെ പാത്രം കൊണ്ടിട്ട് അങ്ങോട്ട് പോവാ. എന്നെ കണ്ടോ? പാത്രം കഴിക്കാൻ ചിലന്ന് എടുത്ത് വെക്കും. ഞാൻ മരിച്ചാണ് കഴിച്ചത്. എന്നിട്ട് നീ എന്നെ മുതലേക്കുണ്ടല്ലോ. ഇതാക്കും 3x ആക്കും. അടുത്തിട്ട് അവിടെ ഒരാള് പശുവിനെ പിടിക്കാൻ ഓടാണെങ്കിൽ അവൻ വരും. പശു വേറെ നിർത്തിക്കോളും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചായ കുടിച്ചോ നീ? ചായ കുടിക്കോ? ഒരാൾ മണങ്ങാതിരുന്ന് പാത്രം അടിക്കുന്നത് കണ്ട് പൈസ. നോക്ക് കഴിക്കേണ്ട കോലം നോക്ക്. ഇവിടെ എവിടെ അത് ഇരിക്കുന്നില്ല. പോണില്ല. പഠിച്ചോണ്ടിരുന്ന പാത്രം അങ്ങനെ കൊണ്ടുവച്ചു. അവളുടെ സ്വന്തം തൊഴിലാളിയാ. എനിക്കറിയുന്നത് പഠിച്ചാൽ ഇഷ്ടം പക്ഷെ ചെയ്യ സിസ്റ്റർ ലോയാ പൊത്തി പിടിച്ച കാണുകളെ എന്തൊരു അഹങ്കാരി വിളെ. എന്നാ നമുക്ക് ടേസ്റ്റിംഗിലേക്ക് പോവാം. നമ്മളിപ്പോ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് കൊടുക്കാം. ആരോണോ ജഡ്ജ്?
നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. കൊടുക്കുക. ഇത് അതിൽ ഏതാ ടേസ്റ്റ് പറയണം. എനിക്ക് സ്പൈസിയാണ്, എനിക്ക് ഇത് അലിയാണ്, സ്വീറ്റാണ്. സോസ് നമുക്ക് ഇന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇത് കഴിച്ചിട്ട് എന്താണ് തോന്നിയത് കൂടി പറഞ്ഞോ. സമയം എടുത്ത് നോക്കില്ല. നെക്സ്റ്റ് ഇത് ഇത്തിരി സ്വീറ്റാണ്. എന്നാൽ അലുവൊക്കെ ഉണ്ടാക്കില്ലേ അതേ കണക്ക്. ഇത് ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുത്തായിരുന്നു. പക്ഷേ ഫേക്ക് കളി. ഒരഭിപ്രായം പറയും തിന്നോണ്ടിരിക്കല്ലേ. ഏതാ ശരിക്കും ഇഷ്ടായേ? 10ൽ 5.5. ഇതില്ല അതായത് ഒരു 10ൽ 5.5. സെയിം പറയാൻ പറ്റില്ല. പറ്റും guys. ഇത് ഏതാണ് പറയാൻ വേണ്ടിട്ട് അങ്ങനെയല്ല. നിനക്ക് രണ്ടില് വെച്ച് ഏറ്റവും ഇഷ്ടമായത്? എനിക്കൊരു മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. എനിക്ക് എന്റെ കയ്യിലൊക്കെ ഉണ്ട്. ഇത് ഇവനധികം മധുരം ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ സ്പൈസിയും സ്വീറ്റ് ഇഷ്ടം അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊന്നുമില്ല. സത്യം മതി. രണ്ടിലും ഏറ്റവും ഇഷ്ടമായത്. അല്ല ഇതിനെ പറ്റി കുറച്ച് പറയാൻ പറയുന്നത് എരിവാണോ അതിന്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. അങ്ങനെ സോസിനൊക്കെ അല്ല സോസിക്കാണ് ഇതൊക്കെ കള്ളത്തരാണ്. അല്ല സോസ് ഇരിക്കാണ്ട് കഴിക്കും. ഇത് ഇത്തിരി ഹെൽപ്പ് വെച്ചാണ് ഇവിടെ ചെയ്യണേ. ഇവിടെ ഉണ്ടാക്കി സോസ് ഇല്ലല്ലോ, അത് പുറമേക്ക് മനസ്സിലല്ലേ. അതിന് വറുത്തെടുത്ത അല്ല എല്ലാം വറുത്താ ക്രിസ്പി ആവില്ല. പറയും രണ്ടിലേ അതാണ് ഇഷ്ടമാണ്. ഇനി എന്റെ കുറ്റം പറയും. ഇത് മധുര എന്താ? ഞാനൊരു സ്വീറ്റ് പേഴ്സൺ ആണ്. അപ്പൊ പിന്നെ അപ്പൊ ചായക്ക് കഴിക്കാൻ ഇഷ്ടമാണ് മാത്രം. ചായ അതൊന്നും ബന്ധമില്ല. ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത് കൂടെ ചെയ്യേണ്ട ഒരു ഇവിടെ എന്താ ഇവിടെ ഖുഷി ഖുഷി പറയുന്നു ഗൈസ്. അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഞാനാണ്. ഞാൻ ഇവന്റെ മുട്ടിന്റെ പേടി ഗൈസ്. പിന്നെ കണ്ട വീണ്ടും ഞാൻ ജയിച്ചു ഗൈസ്. അപ്പൊ ഇതിൽ ജയിച്ചത് ഞാനായി പ്രഖ്യാപിക്കുന്നു. ബൈ. ആരോടെ ഏതാ ഇഷ്ടായേ? സ്വീറ്റ് ഓർ സ്പൈസി? എന്ന് പറയുന്നത് കുറച്ച് സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്. രസം എന്ന് പറയുന്നത് കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ സ്വീറ്റ് കഴിക്കുമ്പോ മട്ടുണ്ട്. മട്ടും കഴിയുന്നതല്ല ഇവിടെ ഭയങ്കര വരുന്നു. ഇവിടെ ഏറ്റവും വലുത് 5 പീസ് തിന്നത് ഇവിടെ വലിയ പീസ് ഞാൻ തിന്നു കഴിച്ചുകൊണ്ട് എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി കഴിച്ചു. എനിക്ക് വലിയ ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. അതില് കുറച്ചിങ്ങനെ ബട്ടറി ഫ്ലേവർ ആയിരുന്നു. അപ്പൊ എനിക്ക് ബട്ടറിന്റെ ഫ്ലേവേഴ്സ് എനിക്ക് ഇഷ്ടമായി. ഞാനൊരു സ്വീറ്റ് ലവിങ് പേഴ്സൺ ആയിട്ട് എനിക്ക് ഇഷ്ടമായി. നമുക്ക് ജയിക്കണം ഗായ്സ്. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വിഷമം കണ്ടോ മുഖത്ത്? ജയിച്ചു പറയൂ. വിഷമം കണ്ടു. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.